ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ നാം പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ മഹാനിയോഗത്തിലേക്കുള്ള കൃത്യമായ മടങ്ങിവരവിനെ സംബന്ധിക്കുന്നതായ ആലോചനകളാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. കർത്താവ് തന്ന മഹാനിയോഗത്തിൽ ഉൾപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യമാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കാനിടയായിട്ട് തീർന്നത്. സാക്ഷ്യം വഹിക്കണം എന്നുള്ളതായ നിയോഗം കർത്താവ് നൽകിയിരുന്നു എന്നുള്ളത് നാം ചിന്തിക്കുകയുണ്ടായി. അതിൻ്റെ ചില വിശദാംശങ്ങളും നമ്മൾ കണ്ടു. ആ വിശദാംശങ്ങളിൽ നാലാമത്തെ കാര്യമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒടുവിൽ പറഞ്ഞു നിർത്തുവാൻ ഇടയായിട്ട് തീർന്നത്. ഏതിനൊക്കെ സാക്ഷ്യം വഹിക്കണം എന്ന ചോദ്യത്തിൻ്റെ വളരെ കൃത്യമായൊരു ഉത്തരവും ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ വാക്യം വളരെ ചെറിയൊരു വാക്യമാണ്. ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. അപ്പോൾ ആ വാക്യത്തോട് നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഏതിനൊക്കെയാണ് സാക്ഷ്യം വഹിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഉത്തരം 46-47 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അതിൽ ആദ്യത്തെ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ മരണത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കണം എന്ന് പറഞ്ഞാൽ ഈ മരണത്തെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കണം എന്നുള്ളത് കർത്താവ് ഈ വാക്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രസംഗിച്ചാൽ മാത്രം പോരാ, ഈ മരണം നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ട് സാക്ഷികളായിട്ട് ജീവിക്കുന്നവരാണ് പ്രസംഗിക്കേണ്ടത് എന്നുള്ള വലിയ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മരണം നമുക്ക് ഒരാശ്വാസത്തിൻ്റെ വിഷയമായിട്ടാണ് ഇരിക്കുന്നത്. പല വാക്യങ്ങൾ ആ ബന്ധത്തിൽ നമ്മൾ ഓർത്തായിരുന്നു. എബ്രായർ 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ ഒടുവിൽ ചിന്തിച്ചായിരുന്നു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. ക്ഷീണം തോന്നാനുള്ള സാധ്യതയുണ്ട്, മടുപ്പ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അവിടെയൊന്നും നിരാശപ്പെടാനായിട്ട് ആവശ്യമില്ല. ക്ഷീണവും മടുപ്പും ഒക്കെ തോന്നുമ്പോൾ നമുക്കുള്ള ഔഷധം നമ്മുടെ കർത്താവിൻ്റെ മരണമാണ് എന്നുള്ളതായ വലിയ സത്യമാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾക്കൊള്ളുവാൻ ഇടയായിട്ട് തീർന്നത്. നമ്മുടെ കർത്താവ് വിരോധം സഹിച്ചാണ് മരിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ആ വിരോധത്തിൻ്റെ വഴികൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് 4 സുവിശേഷങ്ങളിൽ പല അധ്യായങ്ങൾ ഉപയോഗിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവ മരണം എന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ വളരെ വിസ്തൃതമായ ഒരു പ്രതിപാദനമാണ്. കാരണം അതിൻ്റെ വ്യത്യസ്ത തലങ്ങൾ 4 സുവിശേഷങ്ങളിലായി പല അധ്യായങ്ങളിലൂടെ വ്യക്തമാക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വചനത്തിലൂടെ കടന്നു പോകാനും അതിലുള്ള മാതൃകകൾ ഉൾക്കൊള്ളാനും സാധിക്കുന്നു എന്ന് വരികിൽ ഏത് പ്രതിസന്ധിയിലും വിജയകരമായി സാക്ഷ്യം വഹിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്കവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ആ വിശദാംശങ്ങളിലേക്ക് നമ്മൾ ഈ പഠനത്തിൽ പോകുന്നില്ല. അല്ല, അതിലൊരു ഉദാഹരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒടുവിലൊരു റെഫറൻസ് പറഞ്ഞ് നിർത്തിയായിരുന്നു. നമുക്ക് പരിചയമുള്ള റെഫറൻസാണ്, അതുകൊണ്ട് ഒത്തിരി വായിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. എങ്കിലും നമുക്കിന്ന് ആ വേദഭാഗം ഒന്ന് വായിച്ച് ഇന്നത്തെ പാഠം തുടങ്ങാം എന്ന് കരുതുന്നു. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മുടെ കർത്താവ് മരണത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അനുകരിക്കാവുന്ന
മനോഹരമായ മാതൃക തന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം ആ വാക്യം, എങ്കിലും ഒന്ന് വായിച്ചു പോകാം. 2-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽച്ചൂട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായു വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ സഹായിച്ചിട്ട് പകരം സഹായിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് വീക്ഷണം പറയാതെയും ന്യായമായി ഇരിക്കുന്നവൻ്റെ കാര്യം അഭിനയിപ്പിക്കുക ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിനതാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഒത്തിരി സത്യങ്ങൾ നമുക്ക് ആ വാക്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. അതെല്ലാം നമ്മൾ ഈ പഠനത്തിൽ ഇപ്പോൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മരണം നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എങ്ങനെ സാക്ഷ്യപ്പെടുത്തണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റനേക ഉദാഹരണങ്ങൾ സുവിശേഷങ്ങളിലുള്ള ചരിത്രത്തിലൂടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നാം കാണുന്നൊരു കാര്യം, നമ്മുടെ കർത്താവ് ഇവിടെ ക്രൂശിൽ കാണിച്ചതായ മാതൃക നമുക്ക് അനുകരിക്കാവുന്ന മാതൃകയാണ്. ആ പ്രയോഗം എത്ര മനോഹരമാണ്. നാം അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ 5 കാൽച്ചുവടുകൾ ആ വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നുണ്ട്. നമുക്കതങ്ങ് എടുത്തു പറഞ്ഞ് മാത്രം പോകാം. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ടതായ ഒരു സത്യമാണ്, ഒരു കാൽച്ചുവടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം അങ്ങനെ ജീവിക്കണമെന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ വലിയ ഉൾക്കാഴ്ച സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഒരു അതിശയമല്ല. കാരണം ദൈവപുത്രനായ നമ്മുടെ കർത്താവ് പവിത്രനായ ദൈവപുത്രനാണെന്നുള്ളത് തിരുവഴുത്ത് എത്രയോ സ്ഥലങ്ങളിൽ വ്യക്തമാക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. പക്ഷെ അവിടെയുള്ള പാഠം നമുക്കും അങ്ങനെ ആ കാൽച്ചുവട് പിൻപറ്റി ജീവിക്കാനുള്ളതായ വലിയ സാധ്യതയുണ്ട്. നമ്മൾ വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കർത്താവ് വെറുതെ വിടുമ്പോൾ, കുറ്റവിമുക്തിയായി വിടുമ്പോൾ അവളോട് പറഞ്ഞ ഉപദേശം നമ്മൾ ഇടയ്ക്ക് ഓർക്കാറുണ്ടല്ലോ, പോകാം, ഇനി പാപം ചെയ്യരുത്. അപ്പോൾ ഇനി പാപം ചെയ്യാതെ അവൾ ജീവിച്ചു എന്ന് നമ്മൾ വിചാരിക്കുക. നമുക്ക് വിശദാംശങ്ങൾ അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ അവളുടെ ജീവിതം എത്രയോ വിശുദ്ധമായ ജീവിതമായിരുന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയും. അവൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് അങ്ങനെ ജീവിക്കാനായിട്ട് ഒരു പ്രയാസവും ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് അവൻ്റെ കാൽച്ചുവട് പിന്തുടർന്ന് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കട്ടെ. അത് സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പത്രോസ് അപ്പോസ്തലൻ ഈ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്തിനാണ് യേശുക്രിസ്തു മരിച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ വായിച്ചു നിർത്തിയ ഒടുവിലത്തെ വാക്യമാണ് അതിൻ്റെ ഉത്തരം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയത്. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ഓർപ്പിക്കട്ടെ, നമുക്ക് പാപം ചെയ്യാതെ ആ കാൽച്ചൂട് പിൻപറ്റി ജീവിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായിട്ട് മരിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ആ വാക്യത്തിൽ അതേ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രമല്ലല്ലോ, നമ്മുടെ കർത്താവ് പുനരുദ്ധാനം ചെയ്തവനാണ്. അത് ഞാൻ ഇന്ന് രാത്രി പിന്നെ പറയുന്നുണ്ട്. മാത്രമല്ല സ്വർഗാരോഹണം ചെയ്തവനാണ്. പിതാവിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ നമുക്ക് വേണ്ടി പക്ഷവാതം കഴിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അതുകൊണ്ട് കൃപാസനം പ്രയോജനപ്പെടുത്തുന്ന ദൈവമക്കൾക്ക് പാപത്തിൽ വീഴാതെ വിശുദ്ധരായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവിൻ്റെ എന്ത് മനോഹരമായ മാതൃകയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവന് പാപം ചെയ്തിട്ടില്ല,
അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും കർത്താവ് കടന്നുപോയ പ്രതികൂലങ്ങൾ പത്രോസ് അപ്പോസ്തലൻ അവിടെ എടുത്തു പറയുകയാണ്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരാൾ വളരെ ശരിയായി ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് അങ്ങേർക്ക് യാതൊരു പ്രതികൂലവും ഉണ്ടാകുകയില്ല എന്ന് വിചാരിക്കേണ്ട. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്ക് ഉപദ്രവം കുറയോ കൂടും? അത് കൂടും, സ്വാഭാവികമാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ ശരിയായി ജീവിക്കുമ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള പ്രതികൂലങ്ങളെ പ്രതീക്ഷിച്ച് ജീവിക്കണം. അപ്പോൾ പ്രതികൂലം ഞാൻ ഇത്രയും നന്നായിട്ടൊക്കെ പോയിട്ട് എന്നോട് ഇങ്ങനെയാണല്ലോ ആളുകൾ പെരുമാറുന്നതെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്താവ് പരിപാവനായിട്ട് നടന്നയാളാണ്. പക്ഷേ നമ്മുടെ കർത്താവിനോട് എന്തൊരു വിരോധമായിട്ടാണ് അന്നത്തെ തലമുറ വർത്തിക്കുവാനിടയായിട്ട് തീർന്നത്. വിരോധം സഹിച്ചവനെ ധ്യാനിച്ച് കൊള്ളുവാൻ. അപ്പോൾ വിരോധങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതെൻ്റെ ഗുരുനാഥൻ പോയ പാതയാണ് എന്നുള്ളതായ കാര്യം മനസ്സിലാക്കി വളരെ സൂക്ഷ്മതയോടെ നമ്മൾ തെറ്റാതെ ആ കാൽച്ചൂടുകളെ പിൻപറ്റാനായിട്ട് സാധിക്കണം. പിന്നെ പറഞ്ഞ കാര്യം, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല, കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറഞ്ഞില്ല, ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം ഫലമേൽപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് ഓരോന്നും വിശദീകരണാർഹമാണ്. എങ്കിലും ഞാൻ ഇന്ന് രാത്രി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മരണത്തിൻ്റെ സാക്ഷികളായിട്ട് നമ്മൾ ജീവിച്ചാൽ, ഇവിടെ കർത്താവിനെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുന്ന പോലെ നമ്മെക്കുറിച്ചും നമുക്ക് ആ സാക്ഷ്യം പ്രായോഗിക തലത്തിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ശകാരിക്കുന്നവരെ തിരിച്ച് ശകാരിക്കുന്നു, കഠിനമായി ശകാരിക്കുന്നതുമായിരിക്കാൻ ലോകം വിജയമായിട്ട് കാണുന്നത്. പക്ഷെ ഒരു ദൈവവൈതൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ സാക്ഷ്യം പുലർത്തുമ്പോൾ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാത്ത ആ മനോഹരമായ മാതൃക പിൻപറ്റാനായിട്ട് സാധിക്കണം. ബാക്കി വാക്കുകൾ നിങ്ങൾ സ്വയമായി ധ്യാനിച്ചോളൂ. ഞാനത് ഓരോന്നും വിശദീകരിക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുന്നതാണ് ഏറ്റവും വിജയകരമായിട്ടുള്ളതായ സ്റ്റെപ്പ്. കാരണം നമ്മുടെ കർത്താവിന് എത്ര മനോഹരമായിട്ട് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവഭക്തനായ മോശ വളരെ പ്രതികൂലത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഈ വാക്കവിടെ പറഞ്ഞിട്ടില്ല. കാരണം ന്യായമായി വിധിക്കുന്ന കാര്യം പരമേൽപ്പിക്കാനും പ്രയാസമുള്ള ഒരു പ്രതികൂലത്തിലൂടെയാണ് മോശ കടന്നുപോയത്. കാരണം വിരോധമായി നിൽക്കുന്നവരാരാണ്? വളരെ അടുത്ത ആളുകളാണ്. മോശയ്ക്ക് വളരെ സ്നേഹമുള്ള ആളുകളാണ്, ബഹുമാനമുള്ള ആളുകളാണ് തനിക്കെതിരെ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് മോശ ആ കാര്യം എങ്ങനെ ഹാൻഡിൽ ചെയ്തു നമുക്കറിയാൻ പാടില്ല. ഏതായിരുന്നാലും മോശ അവരുടെ ഉത്തരവൊന്നും പറഞ്ഞില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം ഇടപെട്ട് അഹരോനോടും മിരിയാമിനോടും പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ കഠിനമായി ചോദ്യം ചെയ്ത് ശിക്ഷയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ കർത്താവിൻ്റെ മരണം വെളിപ്പെടുത്തുന്ന ഈ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നതാണ് ആ മരണത്തിൻ്റെ സാക്ഷ്യം, കഷ്ടാനുഭവ മരണത്തിൻ്റെ സാക്ഷ്യം. എല്ലാ വിശ്വാസികളും ഇങ്ങനെയാണ് വിരോധങ്ങളോട് പ്രതികരിക്കുന്നതെന്ന് വരികിൽ നാം കൊടുക്കുന്ന സാക്ഷ്യം എത്രയോ മനോഹരമായിരിക്കും. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒരു പ്രതികരിച്ചു എന്ന് കണ്ടാൽ അതൊരു വാർത്ത പോലെ വരും, ഇല്ലേ, ഇപ്പോഴത്തെ നിലയിൽ. കാരണം സാധാരണ നില അങ്ങനെയല്ല ആളുകൾ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നാം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നവരായിരിക്കുമ്പോൾ, നാം ആ മരണത്തെ എപ്പോഴും ശരീരത്തിൽ വഹിക്കുന്നവരായിരിക്കുമ്പോൾ, നാം എങ്ങനെ വിരോധങ്ങളോട് പ്രതികരിക്കുന്നവരായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവ മരണത്തിൻ്റെ സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് അതിൽ തന്നെ എത്രയോ അനുഗ്രഹീതമായൊരു കാര്യമാണ്. നമ്മുടെ കർത്താവിൻ്റെ മരണം കൊണ്ട് എന്ത് സാധിച്ചു എന്നുള്ളത് നാം 24-ാമത്തെ വാക്യത്തിൽ കണ്ടു. നമുക്കും ഈ വഴിയിൽ പോകാനായിട്ട് സാധിച്ചാൽ അനേകർക്ക് നമ്മുടെ മാതൃക നേരിൽ കണ്ട് പിൻപറ്റാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ കഷ്ടാനുഭവം മരണത്തിൻ്റെ സാക്ഷ്യം നമുക്ക് ജീവിതം കൊണ്ട്
വിശ്വസ്തമായിട്ട് ഈ തലമുറയിൽ നിർവഹിക്കാം. രണ്ടാമത്തെ കാര്യമാണ് ഇന്ന് രാത്രി ഞാൻ തുടർന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യം. അപ്പോൾ നമ്മൾ ആ പുനരുദ്ധാനത്തെക്കുറിച്ച് പ്രസംഗ വിഷയം ചിന്തിച്ചപ്പോൾ സാമാന്യം വിശദമായിട്ട് ചിന്തിച്ചതാണ്. അപ്പം അതുകൊണ്ട് ഞാനത് വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നുള്ളത് ഈ സാക്ഷ്യത്തോട് ബന്ധപ്പെടുത്തി ഒന്ന് ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് അപ്പോസ്തലന്മാർ നൽകിയ സാക്ഷ്യമാണ് ആ തലമുറയെ ഏറെ ആലോചനപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നത്. നമ്മൾ പ്രവൃത്തിയുള്ള ദിവസത്തിലെ ചരിത്രം ഒന്ന് വായിച്ചാൽ എത്രയോ വട്ടമാണ് നമ്മൾ വായിക്കുന്നത്. അവർ എപ്പോൾ പറയുമ്പോഴും അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. ചില വാക്യങ്ങൾ അത് കഠിനമായിട്ട് എഴുതുന്നുണ്ട്. അതുകൊണ്ട് അവർ മരണത്തെക്കുറിച്ച് പറഞ്ഞില്ല എന്നല്ല അതിനർത്ഥം. മരണത്തെക്കുറിച്ച് ആ തലമുറയോട് പറഞ്ഞില്ലെങ്കിലും അവർക്ക് അറിയാം. കാരണം അപ്പോസ്തലന്മാർ പ്രസംഗം തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ മരണം കഴിഞ്ഞിട്ട് എത്ര നാളായിട്ടുണ്ട്? 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് അത് യെരൂശലേമിനൊരു വലിയ സംഭവമാണ്. എല്ലാവർക്കും ആ മരണത്തെക്കുറിച്ചുള്ളതായ അറിവുണ്ട്. യെരൂശലേമിൽ അവരാ പ്രസംഗവും സാക്ഷ്യവും തുടങ്ങുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണവും ആ പട്ടണത്തിലെ ഏറ്റവും വലിയ ചിന്താവിഷയമായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ പുനരുദ്ധാനത്തെക്കുറിച്ച് അവർ പ്രചരിപ്പിച്ചൊരു കള്ളപ്രചരണം ഉണ്ട്. അതിനുവേണ്ടി കാശ് കൊടുത്ത ആളെ ആക്കി പുനരുദ്ധാനം ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കാനായിട്ട് ആവോളം ശ്രമിക്കുകയാണ്. പക്ഷേ അപ്പോസ്തലന്മാർ പറഞ്ഞെടുത്തൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഈ പുനരുദ്ധാനത്തിന് സാക്ഷികളാണ്. പ്രിയപ്പെട്ടവർ, അപ്പോൾ നമ്മളിന്ന് പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറയുന്നത് പോലെയല്ല അന്ന് അവർ സാക്ഷ്യം പറഞ്ഞത്. കാരണം അവരാണ് കർത്താവിനെ ക്രൂശിച്ചത്. അവരാണ് പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള കള്ളക്കഥകൾ കാശ് കൊടുത്ത് പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചത്. അതുകൊണ്ട് കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള പ്രസംഗത്തേക്കാൾ ആ തലമുറയെ ഏറെ അസ്വസ്ഥപ്പെടുത്തിയത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ളതായ സന്ദേശവും സാക്ഷ്യവുമാണ്. ഞാൻ 1-2 വാക്യങ്ങൾ ആ ബന്ധത്തിൽ ഒന്ന് ഓർപ്പിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഈ സാക്ഷ്യം അവർ ശക്തിയോടെ നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകും. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികൾ ആകുന്നു. ഈ പശ്ചാത്തലം അറിയാമല്ലോ. 3-ാം അധ്യായത്തിൽ ഒരു വലിയ അത്ഭുതം നടന്നു. ഒരു മുടന്തന് സൗഖ്യം ലഭിച്ചു. അപ്പോൾ അത് വലിയൊരു ചിന്താവിഷയമായിട്ട് തീർന്നു. അപ്പോൾ ആ സന്ദർഭത്തിൽ അപ്പോസ്തലന്മാർക്ക് സാക്ഷ്യം പറയാൻ ഇഷ്ടംപോലെ അവസരം ലഭിച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ അവർ വളരെ ധൈര്യമായിട്ട് ഇവർ ഈ സൗഖ്യം കിട്ടിയത് ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല, പിന്നെ ഏതൊരു കർത്താവാണോ മരിച്ചത്, ഏതൊരു കർത്താവാണോ ഉയർത്തെഴുന്നേറ്റത്, ആ കർത്താവിൻ്റെ നാമത്തിലാണ് ഇവൻ എഴുന്നേറ്റത് എന്നുള്ളതായ വലിയ സത്യം അവർ വെളിപ്പെടുത്തുന്ന കൂട്ടത്തിൽ ധൈര്യമായിട്ട് പറയുകയാണ്. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികൾ ആകുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം ഒരു തർക്ക വിഷയമായിട്ടുള്ള സമൂഹത്തിൽ അവർ പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ഞങ്ങൾ സാക്ഷികളാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ച 1-2 വാക്യം കൂടി ഒന്ന് ഓർത്താൽ നല്ലതാണ്. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ ആദ്യത്തെ പ്രസംഗത്തിൽ, സഭാചരിത്രത്തിലെ ആദ്യത്തെ പ്രസംഗത്തിൽ, അതാരാ ആദ്യത്തെ പ്രസംഗം പറഞ്ഞു? പത്രോസ് അപ്പോസ്തലൻ. അതിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ എന്തു ധൈര്യമായിട്ടാണ് ആ സാക്ഷ്യം
പത്രോസ് അപ്പോസ്തലൻ കൊടുക്കുന്നതായിട്ട് നാം കാണുന്നത്. നമ്മൾ അന്ന് വായിച്ച വാക്യമാണ്, എങ്കിലും ഒന്നുകൂടെ വായിച്ചു പോകാം. യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാവും. അപ്പോൾ അവിടെ പറയുന്നത് ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. പത്രോസ് പറയുകയാണ്, ഇതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികൾ ആകുന്നു. അതിന് പോലെ എന്നെ വളരെ ചിന്തിപ്പിച്ചതായൊരു കാര്യമാണ്. ഞങ്ങളെല്ലാവരും അതിന് സാക്ഷികൾ ആകുന്നു. ഞാനിന്ന് പോലെ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തൊരു കാര്യം, ഇവരെ എല്ലാവരെയും ഈ സാക്ഷ്യത്തിന് വേണ്ടി ഒന്ന് ഒരുക്കിയെടുക്കാനായിട്ട് നമ്മുടെ കർത്താവ് ചെയ്ത ബദ്ധപ്പാട് വളരെ വിശദമായി നമ്മൾ വായിക്കുന്നുണ്ട്. ആ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് പത്രോസിൻ്റെ ഒരു പ്രസംഗം കൂടി ഒന്ന് നോക്കാം. പിന്നത്തെ പ്രസിദ്ധമായ പ്രസംഗം എവിടെയാണ്? കൊർന്നല്യോസിൻ്റെ വീട്ടിലുള്ള പ്രസംഗമാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ സാക്ഷ്യം എത്ര ശക്തമായിട്ടാണ് പത്രോസ് വെളിപ്പെടുത്തുന്നത്. നമ്മൾ ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വായിച്ചാൽ മതിയാകും. 10-ാം അധ്യായത്തിന് 40-41 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു, സകല ജനത്തിനുമല്ല ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച സാക്ഷികളായി. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോട് കൂടെ തിന്നു കുടിച്ചവരായി ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാകട്ടെ. എന്തു ഭംഗിയായിട്ടാണ് അവിടെ പത്രോസ് അപ്പോസ്തലൻ ഈ സത്യം വെളിപ്പെടുത്തുന്നത്. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഈ 3-ാം നാൾ എന്നുള്ള വാക്ക് വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പ്രസംഗിക്കാൻ കൊടുത്ത വിഷയം നമ്മൾ ഓർക്കും, ഇല്ലേ? ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പ്രസംഗിക്കുന്ന പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഇവിടെ പത്രോസ് പ്രസംഗിക്കുമ്പോൾ ആ വാക്കുകളോട് എത്രയോ കൃത്യമായ അനുസരണമാണ് സൂക്ഷിക്കുന്നതായി നമ്മൾ കാണുന്നത്. പിന്നത്തെ ആ വാക്യത്തിലെ ചില പ്രയോഗങ്ങൾ എനിക്ക് ഇന്ന് വളരെ ആസ്വാദ്യമായി തോന്നി. ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച സാക്ഷികളായി എന്ന് പറഞ്ഞാൽ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങളെ ഈ സാക്ഷികളായിട്ട് ദൈവം മുമ്പ് കൂട്ടി നിയമിച്ചതാണ്. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ എവിടെ വരെ ചിന്തിച്ചു എന്ന് എനിക്കറിയാൻ പാടില്ല. 3.5 കൊല്ലം ഇവരെ കർത്താവ് തിരഞ്ഞെടുത്ത് ഇവർ കർത്താവിനോട് കൂടെ ജീവിച്ച ആളുകളാണ്. അപ്പോൾ അതൊക്കെ ആ കൊർന്നല്യോസിൻ്റെ വീട്ടിലെ പ്രസംഗം പറയുമ്പോൾ പത്രോസ് അപ്പോസ്തലന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന് കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ പത്രോസ് പറയുകയാണ്, ഞങ്ങൾ ഇതിൻ്റെ സാക്ഷ്യം വഹിക്കാനായിട്ട് ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച ആളുകളാണ്. നമ്മളെ എന്നാണ് തിരഞ്ഞെടുത്തതെന്നാണ്? ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മഹാനിയോഗ നിർവഹണത്തിൻ്റെ വഴിത്താരിൽ നമ്മൾ നിൽക്കുമ്പോൾ നാം ഈ വലിയ നിയോഗം നിർവഹിക്കേണ്ടതിന് വേണ്ടി എത്രയോ നാളുകൾക്ക് മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് എന്നുള്ളതായ വലിയ സത്യം നമ്മൾ കാണുക. പത്രോസ് അപ്പോസ്തലൻ ഈ വാക്ക് പറഞ്ഞപ്പോൾ അവിടം വരെ ചിന്തിച്ചോന്ന് നമുക്കറിയാൻ പാടില്ല. പൗലോസ് അപ്പോസ്തലനാണ് അവിടം വരെ ചിന്തിക്കത്തക്കവണ്ണം നമുക്കൊരു പ്രകാശനം നൽകുവാൻ പിന്നീട് ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നാം ഈ സാക്ഷ്യം എത്രയോ ശുഷ്കാന്തിയോടുകൂടി നിർവഹിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. നാം അതിനുവേണ്ടി ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച ആളുകളാണ് എന്നുള്ളത് നമ്മൾ ഇവിടെ മനസ്സിലാക്കുകയാണ്. അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. അതൊരു ലളിതമായ പ്രതിപാദനമാണ്. പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, അവരുടെ ഒരു പ്രത്യേകത പറയുകയാണ്, ഞങ്ങൾ അവനോടുകൂടെ തിന്നുകുടിച്ച ആളുകളാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളാണ് മരിച്ചത്, അങ്ങനെയുള്ള ആളാണ് മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ശേഷം ഞങ്ങളോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് പ്രത്യക്ഷനായി. ആ ഉയർത്തെഴുന്നേൽപ്പ് ഞങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയതാണ് എന്നുള്ളതായ അനുഗ്രഹീതമായ സാക്ഷ്യം അവിടെ നൽകുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഞാനിന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ കർത്താവിൻ്റെ
ആ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുക എന്നുള്ളതും, അത് പ്രസംഗിക്കുക എന്നുള്ളതും ആ സാക്ഷ്യത്തിൽ ജീവിക്കുക എന്നുള്ളതും എത്രയോ പ്രധാനപ്പെട്ട കാര്യമായിരിക്കുന്നു എന്നുള്ളത് നാം ഇവിടെ കാണുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ഞാൻ ഒരു കാര്യം ഒന്ന് ചേർത്ത് ഓർപ്പിക്കുന്നത്, കർത്താവിനോട് കൂടെ തിന്നുകുടിച്ച ആളുകൾക്ക് പലവട്ടം പ്രത്യക്ഷപ്പെട്ടത് നാം കാണുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ പുനരുദ്ധാന ശേഷമുള്ള പ്രത്യക്ഷതകൾക്കൊരു പ്രത്യേകതയുണ്ടല്ലോ. എല്ലാം കർത്താവ് സ്നേഹിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെട്ടുള്ളൂ. പീലാത്തോസിനൊരു പ്രത്യക്ഷത കിട്ടിയോ? അങ്ങനെയുള്ളവരുടെ ഒരു പ്രത്യക്ഷത കൊടുത്ത് അവരെ പേടിപ്പിക്കാനൊന്നും കർത്താവ് ശ്രമിച്ചിട്ടില്ല. പിന്നെ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ പുനരുദ്ധാനത്തെ ഏറ്റവും വ്യക്തമായി തെളിയിച്ചു കൊടുത്തത് താൻ സ്നേഹിച്ച് കൂടെ കൊണ്ടു നടന്ന ആളുകൾക്കാണ്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ദൂത് പറയുക, ഈ പുനരുദ്ധാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ആ സാക്ഷ്യം ഉറപ്പോടെ നിർവഹിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് സുവിശേഷം വിശ്വസിക്കാത്ത ആളുകളാണ് ചെയ്യണമെന്നല്ല, പിന്നെ സുവിശേഷം വിശ്വസിച്ച ദൈവമക്കളായ നമുക്ക് ഈ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷ്യം എല്ലാ വ്യക്തതയിലും നൽകാനുള്ളതായ ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ അത് ശിഷ്യന്മാർക്കൊന്ന് വ്യക്തമാക്കി കൊടുക്കാനായിട്ട് കർത്താവ് മനഃപൂർവ്വം ശ്രമിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. നമുക്ക് വളരെ പരിചയമുള്ളതായ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം. അതെല്ലാം വായിക്കണം എന്ന് നിർബന്ധമില്ല. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വരുമ്പോൾ ഈ ശിഷ്യന്മാരിൽ ഒരാൾക്ക് ഈ പുനരുദ്ധാനത്തെക്കുറിച്ച് കൂട്ടുശിഷ്യന്മാർ പറഞ്ഞെങ്കിലും വിശ്വാസം വരാതിരുന്ന കാര്യം നമുക്ക് അവിടെ വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ആർക്കാണങ്ങനെ? തോമസിന് അങ്ങനെ വന്നു എന്ന് നാം വായിക്കുകയാണ്. ആ വിശ്വാസത്തോടെ തോമസ് പറഞ്ഞ വാക്കുകൾ യോഹന്നാൻ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അതെ അപ്പം അവിടെ വിശ്വസിക്കുകയും. അപ്പോൾ തോമസ് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ തോമസിന് ഈ ശിഷ്യന്മാരൊക്കെ പറഞ്ഞിട്ടും എന്തുണ്ടായിട്ടില്ല? വിശ്വാസം ഉണ്ടായിട്ടില്ല. എന്നാവും പോട്ടെ എന്ന് കർത്താവ് വിചാരിച്ചില്ല. കാരണം അവനെ കൊണ്ട് എന്തോ ഒരു കാര്യം ചെയ്യാനുള്ളതാണ്. പല്ലൊക്കെ പറയുന്ന പോലെ ഇന്ത്യയിൽ വന്നൊക്കെ സാക്ഷ്യം വഹിക്കാനുള്ള ആള് ആരാണ്? ഈ തോമസാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തോമസിൻ്റെ ആ വാക്കുകളൊക്കെ കടുത്ത അവിശ്വാസത്തിൽ നിന്നുള്ളതായ വാക്കുകളാണ്. ആണിപ്പഴുത്തിൽ വിരലിടുകയൊക്കെ ചെയ്താലേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും അതിലുള്ള പരിഭവം ഒന്നും കൂടാതെ ഞാനിതുപോലെ ഈ വാക്യത്തിലൂടെ കടന്നു പോയപ്പോൾ ഓർത്ത് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം 1-2 ദിവസത്തേക്കൊന്നും ഒന്നും പിന്നീടൊന്നും ഉണ്ടായില്ല. അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നത് 8 ദിവസം. അപ്പോൾ ഈ തോമസ് 8 ദിവസമായിട്ട് മനസ്സിൽ എന്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്? ഞാൻ വിശ്വസിക്കില്ല. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് അനുഭവപ്പെട്ടാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. അപ്പോൾ ശിഷ്യന്മാരാവോളം ഞങ്ങളിതൊക്കെ കണ്ടതാണോ, ഞങ്ങൾക്ക് പ്രത്യക്ഷമായതാണെന്നൊക്കെ പറയാൻ ശ്രമിച്ചു കാണും. പക്ഷേ തോമസ് അത് വിശ്വസിക്കാനായിട്ട് ഒരുക്കമല്ല. ഇവർക്ക് പറയാനും തോമസിന് ഈ കാര്യം ചിന്തിക്കാനും കർത്താവ് 8 ദിവസം അനുവദിച്ചു. 8 ദിവസം അനുവദിച്ചു. ചില വിഷയങ്ങൾക്കൊക്കെ ദൈവം നമുക്ക് അങ്ങനെ അവസരങ്ങൾ തരും. കാരണം കർത്താവ് നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ വേറിട്ട ചില അനുഭവങ്ങളിലൂടെ നമ്മെ കടത്തിവിടുവാൻ ഇടയായിട്ട് തീരും. അതെന്തിനാ അങ്ങനെ കടത്തിവിടുന്നതെന്ന് ചോദിച്ചാൽ അതൊക്കെ നമ്മുടെ കർത്താവിൻ്റെ സർവജ്ഞാനത്തിൽ ഉള്ളതായ കാര്യമാണ്. 8 ദിവസം കഴിഞ്ഞ് അവർക്ക് പ്രത്യക്ഷനാകുന്നതായ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. 27-ാമത്തെ വാക്യത്തിൽ
നമുക്കത് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ വാക്യം ഒന്നങ്ങ് വായിച്ചോ. 26-27 വാക്യങ്ങൾ ചേർത്ത് വായിച്ചോ. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസിന് ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു ഒന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പത്തെ ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാൻ. അപ്പോൾ അവിടെ കർത്താവ് പറഞ്ഞു നിൻ്റെ ആഗ്രഹം അതല്ലേ, പക്ഷേ നീ അത് ചെയ്തിട്ടാണെങ്കിൽ ഇത് വിശ്വസിക്കണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തോളാം. തോമസ് ചെയ്തു? തോമസ് ചെയ്തില്ല. തോമസ് കർത്താവിൻ്റെ സന്നിധിയിൽ നെടുമ്പാടെ വീഴാൻ ഇടയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് എന്തോരു കരുതലോടുകൂടിയാണ് തോമസിന് ഈ കാര്യം ബോധ്യപ്പെടുത്തി പുനരുത്ഥാനത്തിൻ്റെ സാക്ഷിയാകേണ്ടതിന് വേണ്ടി ഒരുക്കുവാൻ ഇടയായിട്ട് തീർന്നത്. നമ്മൾ ഒത്തിരി കാര്യങ്ങളൊന്നും അല്ല പഠിക്കേണ്ടിയിരിക്കുന്നത്. പൗലോസ് തിരുവനന്തപുരത്ത് പറയുന്ന പോലെ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അനുഭവിച്ച് അറിയണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്കും ഫലകരമായ സാക്ഷ്യം കൊടുക്കാനായിട്ട് കഴിയണം എന്നു വരികിൽ നമ്മുടെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അനുഭവിച്ച് അറിയാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആരാണ് ഭാഗ്യവാൻ എന്നുള്ള ചോദ്യത്തിന് 29-ാമത്തെ വാക്യത്തിൽ ഒരു കൊച്ചുത്തരമുണ്ട്. കാണാതെ വിശ്വസിച്ചവരാണ് ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ വാക്യം എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ളതായൊരു വാക്യമാണ്. കാരണം ഇപ്പോൾ പലസ്തീൻ നാടുമൊക്കെ കാണാനായിട്ട് ആളുകൾ ഒത്തിരി പേര് പോകുന്നുണ്ട്. അപ്പോൾ അവർ കണ്ട് വിശ്വസിക്കാനായിട്ട് ആഗ്രഹത്തോടു കൂടി പോവുകയാണ്. ഞാനെപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് വായിച്ച് വിശ്വസിക്കുന്നതാണ് ഏറ്റവും ഭാഗ്യം. കാരണം കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യമാണ്. ഒരിക്കലും ഇതൊക്കെ കണ്ടിട്ട് വന്ന ഒരു ഭാര്യയും ഭർത്താവും പോയി കണ്ടിട്ട് വന്നപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് തമിഴ്നാട്ടിലൊരു വീട്ടിൽ ഞാനവിടെ ഒരു യോഗത്തിന് ചെന്നപ്പോൾ താമസിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹം വളരെ രഹസ്യമായി പറഞ്ഞു, കാരണം ഒത്തിരി കാശൊക്കെ കൊണ്ട് കാണാൻ പോയതാണ്. അദ്ദേഹം പറഞ്ഞു, ഇവരെ കാണാൻ പോകാതിരിക്കുകയാണ് നല്ലത്. കാരണം നമ്മൾ ഈ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു വിശ്വാസവും പ്രചോദനവും ഒക്കെ അവിടെ ചെന്ന് നേരി കാണുമ്പോൾ കുറഞ്ഞു പോകാനുള്ളതായ സാധ്യതയുണ്ട്. നമ്മൾ ഈ വായിക്കുന്നതിന് അത്രയും ഉള്ളൊരു ഇത് നമുക്കവിടെ തോന്നുകയില്ല എന്ന് പരമാർത്ഥയോടെ പറയാനിടയായി പോകുന്നത് ഞാൻ ഓർക്കുന്നു. ഇതിന് വേറെ വ്യാഖ്യാനം പറയാനുണ്ടാകുമായിരിക്കും കേട്ടോ. പക്ഷേ ഈ വാക്യം എന്നെ ഒത്തിരി സ്വാധീനിച്ചുള്ളതായൊരു വാക്യമാണ്. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. നമ്മുടെ കർത്താവ് ഈ സത്യം എത്രയോ മനോഹരമായിട്ട് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ ഈ വാക്യത്തിൽ നിന്നൊരു കാര്യം പറയട്ടെ, തോമസിനേക്കാൾ ഭാഗ്യം ആർക്കല്ലോ നമുക്കാണ്. നമ്മളിതൊന്നും കാണാതെ വചനം വായിച്ച് അതുപോലെ വിശ്വസിക്കാനായിട്ട് ദൈവം കൃപ തന്നു എന്നുള്ളത് നമുക്ക് എല്ലാ നന്ദിയോടും കൂടെ ഓർക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ വലിയ ഉൾക്കാഴ്ചയോടെ ഈ പുനരുത്ഥാനത്തിൻ്റെ ആ ഭാഗ്യം കാണാൻ കഴിഞ്ഞവർ, വിശ്വസിക്കാൻ കഴിഞ്ഞവർ എന്ന നിലയിൽ അതിൻ്റെ സാക്ഷ്യം ഫലകരമായി നിർവഹിക്കുവാൻ കർത്താവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. 24-ാമത്തെ അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നതെന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ അവിശ്വാസത്തെ പിന്നെയും സ്പർശിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. എന്നിട്ട് 39-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എന്നെ തൊട്ട് അല്ലേ, ആ വാക്യത്തിൽ എന്നെ തൊട്ട് നോക്കുവിൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ തൊട്ട് നോക്കിയാണെങ്കിലും എന്തു വിശ്വസിക്കണം? ഈ പുനരുത്ഥാനത്തെ വിശ്വസിക്കണം എന്ന് കർത്താവ് ആഗ്രഹിച്ച് അവരെ വലിയ സത്യത്തിൽ ഉറപ്പിക്കുന്നു എന്നുള്ളത് നാം ഇവിടെ കാണുകയാണ്. അത് ഞാനിങ്ങനെ ഓർപ്പിക്കേണ്ട, അവർ ഈ കാര്യം വിശ്വസിക്കണം എന്ന് കർത്താവിന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ ആയിട്ടും അവസാനിപ്പിച്ചില്ല. ഇനി 41-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, തിന്നുവാൻ വല്ലതും ഉണ്ടോ എന്ന് കർത്താവ് ചോദിച്ചു. അപ്പോൾ അവിടെ വായിക്കുന്നത്, അവർ ഒരു കണ്ണം വറുത്ത മീനും
തേൻകട്ടയും അവന് കൊടുത്തു. അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ച്, അതവൻ വാങ്ങി, അതിനിടയ്ക്കൊരു വാക്കുണ്ട്, അവർ കാണെ തിന്നു. സാധാരണ എന്തെങ്കിലും കഴിക്കുമ്പോൾ കാണാതെ കഴിക്കുന്നതാണ് കുറച്ച് ഭംഗി എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ നമ്മുടെ കർത്താവ് ഈ ആഹാരം ചോദിച്ച് വാങ്ങി അവർ കാണെ തിന്നു. എന്തിനായിരിക്കും അത്? അവർ ഈ കാര്യം അതുപോലെ വിശ്വസിക്കണം. പത്രോസ് അപ്പോസ്തലൻ അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ പെന്തക്കോസ്തിൽ പറയാം, ഇതിന് ഞങ്ങൾ സാക്ഷികളാണ്. മറ്റേ വാക്ക്, അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് പ്രത്യക്ഷനാക്കി തന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ കർത്താവ് ഈ ശിഷ്യന്മാരെ പുനരുത്ഥാനമെന്ന വിലപ്പെട്ട സത്യത്തിൻ്റെ വലിയ കൃത്യതയിലേക്കും നിശ്ചയത്തിലേക്കും കൊണ്ടുവരുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. മഹാനിയോഗം നന്നായി നിർവഹിച്ച് സാക്ഷ്യം വഹിക്കണമെങ്കിൽ നമ്മൾ ഈ മരണത്തെയും ഈ പുനരുത്ഥാനത്തെയും അതിൻ്റെ മഹത്വത്തിൽ ഉൾക്കൊള്ളാനായിട്ട് കഴിയേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇനി ഞാനിവിടെ ഒരു ഗ്രഹപാഠം പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഈ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യം വഹിക്കുമ്പോൾ അത് പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ വെളിപ്പെടുമെന്നുള്ളത് ഈ സീരീസിൽ ഞാൻ ഒരു ക്ലാസ്സിൽ വിശദീകരിക്കാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ആ പുനരുത്ഥാനം നൽകുന്ന പ്രായോഗിക ജീവിതത്തിൻ്റെ പ്രത്യേകത നിങ്ങളുടെ നോട്ടൊന്ന് നോക്കിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കണം. ഒരു സൂചന ഞാൻ പറയാം. 1-15 അധ്യായത്തിൻ്റെ 34 വാക്യത്തിൽ പുനരുത്ഥാനം ഒരു പുതിയ ജീവിതശൈലി നമുക്ക് തരുന്നുണ്ട്. നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. അപ്പോൾ പുനരുത്ഥാനം നൽകുന്ന ജീവിതശൈലി എന്ന് പറയുന്നത് പാപം ചെയ്യാതെ ജീവിക്കും എന്നുള്ളതാണ്. അതിൻ്റെ 32 വാക്യത്തിൽ വേറൊരു ജീവിതശൈലി ഉണ്ടല്ലോ, തിന്നുക കുടിക്കുക നാളെ ചാകുക. അപ്പോൾ പുനരുത്ഥാനം വിശ്വസിക്കാത്ത ആളുകളുടെ ജീവിതശൈലി അതാണ്, തിന്നുക കുടിക്കുക നാളെ ചാകുക. നമ്മൾ ആ ജീവിതശൈലിയുള്ള ആളുകളല്ല. പിന്നെയോ നാം പുനരുത്ഥാനം വിശ്വസിക്കുന്നവരാണ്. നാം നീതിക്ക് നിർമ്മതരായി ഉണരും, പാപം ചെയ്യാതെ ജീവിക്കും. അപ്പോൾ ഈ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരുത്ഥാനത്തിൻ്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ കർത്താവ് പുനരുത്ഥാനം ചെയ്യുന്നത് പറയുന്നത് മാത്രമല്ല, പിന്നെ പാപം ചെയ്യാതെ ജീവിക്കുന്ന ഏറ്റവും വിശുദ്ധമായൊരു ജീവിതശൈലി ഒരു ദൈവവേദന സൂക്ഷിക്കുമ്പോൾ എന്തിന് സാക്ഷ്യം കൊടുക്കുകയാണ്? യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം കൊടുക്കുക. ഇതോട് ചേർന്ന് വേറെ പല പാഠങ്ങൾ നമുക്ക് ചിന്തിക്കാം. അടുത്ത ആഴ്ച വരുമ്പോൾ അത് നോക്കിക്കൊണ്ട് വരണമെന്ന് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാ അഭിമാനത്തോടും കൂടെ നമ്മുടെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സമൃദ്ധിയായ ദൈവകൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമെന്നാണ്.